ഓഗസ്റ്റ് 5 തിങ്കളാഴ്ച. മത്തായി 14 അധ്യായം 13 മുതൽ 21 വരെ വാക്യങ്ങൾ. ഇന്ന് തിരുസഭ റോമിലെ സെയിൻറ്റ് മേരി മേജർ ബസിലിക്കയുടെ പ്രതിഷ്ഠാ തിരുനാൾ ആഘോഷിക്കുന്നു. ലാറ്റിൻ ഭാഷയിൽ ഈ ദേവാലയം അറിയപ്പെടുന്നത് ബസിലിക്ക സാങ്ക്ടെ മരിയേ മയോറിസ് അല്ലെങ്കിൽ സാന്ത മരിയ മജിയോറെ എന്നാണ്. ഇത് ഒരു മേജർ പേപ്പൽ ബസിലിക്കയും റോമിലെ 7 തീർത്ഥാടക പള്ളികളിൽ ഒന്നുമാണ്. ഇറ്റലിയിലെ ഏറ്റവും വലിയ കത്തോലിക്ക മാരിയൻ പള്ളിയും ഇതാണ്. ഒരു ബസിലിക്ക എന്ന പദവി ലഭിക്കുന്നത് അപ്പസ്തോലിക് ഗ്രാൻഡ് വഴിയോ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായിട്ടുള്ള പാരമ്പര്യങ്ങളോ മൂലമാണ്. സെയിൻറ്റ് മേരി മേജർ ബസിലിക്ക എന്ന പദവി 4 ദേവാലയങ്ങളിൽ ഒന്നാണ്. മറ്റ് 3 ലാറ്ററിനിലെ സെയിൻറ്റ് ജോൺ, വത്തിക്കാനിലെ സെയിൻറ്റ് പീറ്റർ, പിന്നെ റോമിലെ സെയിൻറ്റ് പോൾ എന്നീ ബസിലിക്കകളാണ്. റോമൻ ജനതയുടെ ആരോഗ്യ സംരക്ഷകയായി പരിശുദ്ധ കന്യാമറിയത്തെ ചിത്രീകരിക്കുന്ന സാലസ് പോപ്പുലി റൊമാനി ഈ ബസിലിക്കയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഈ ബസിലിക്കയെ ചിലപ്പോൾ അവർ ലേഡി ഓഫ് ദ സ്നോ അല്ലെങ്കിൽ മഞ്ഞു മാതാവിൻ്റെ ദേവാലയം എന്ന് വിളിക്കുന്നുണ്ട്. ഓഗസ്റ്റ് 5 ഈ ദേവാലയത്തിൻ്റെ സമർപ്പണത്തിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് 1568 മുതൽ 1969 വരെ റോമൻ മിസ്സാലിൽ കണ്ട പേര് ഇതാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് തന്നെ പിന്തുടരുന്ന ജനക്കൂട്ടത്തെ കണ്ട് യേശുവിന് അനുകമ്പ തോന്നി എന്ന് പറയുന്നു. അവർക്ക് അവരുടെ വിശ്വാസം അല്പം മാത്രമായിരുന്നെങ്കിലും യേശു അവരുടെ രോഗങ്ങൾ സുഖപ്പെടുത്തി. തൻ്റെ പ്രബോധനത്താൽ അവൻ അവരെ അജ്ഞതയിൽ നിന്ന് മോചിപ്പിച്ചു. എന്നിട്ട് അവൻ അവരുടെ വിശപ്പ് ശമിപ്പിച്ചു. അനുകമ്പയോടെ മറ്റുള്ളവരെ നോക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? കഷ്ടപ്പെടുന്ന നിങ്ങളുടെ അയൽക്കാരനെ നോക്കി അയ്യോ അവർ എത്ര ദയനീയരാണ് എന്ന് പറയുക മാത്രമാണോ? എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ സാധാരണ ദിനചര്യകളുമായി പോവുക. നിങ്ങളുടെ സുഖകരമായ ജീവിതത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. നിങ്ങളുടെ ആ അയൽക്കാരനും നിങ്ങളുമായിട്ട് വലിയ ബന്ധവുമില്ല. എന്നാൽ സഹതാപം കാണിക്കുന്ന എന്നതിനർത്ഥം നിങ്ങളുടെ ആ അയൽക്കാരൻ്റെ ദയനീയ അവസ്ഥയിൽ അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നതാണ്. അതിൻ്റെ ഉത്തമ മാതൃകയാണ് യേശു നമുക്ക് കാണിച്ചു തരുന്നത്. വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകാനും രോഗികളെ സുഖപ്പെടുത്താനും അറിവില്ലാത്തവരെ പഠിപ്പിക്കാനും എന്തെങ്കിലും ചെയ്യുക. എന്തെങ്കിലും ചെയ്യുക എന്നതിനർത്ഥം കഷ്ടപ്പെടുന്ന മനുഷ്യരാശിയുടെ വേദന ലഘൂകരിക്കാനുള്ള ഒരു പരിശ്രമം നടത്തുക എന്നതാണ്. 5 അപ്പവും 2 മീനും ഒരു ജനക്കൂട്ടത്തിന് ഭക്ഷണമായും ബാക്കിയുള്ളവ 12 കുട്ടയെ നിറയ്ക്കാനും സാധിച്ചു. നമുക്കുള്ളതെല്ലാം പങ്കുവയ്ക്കുമ്പോൾ കരുണാമയനായ നമ്മുടെ ദൈവം നാം ആവശ്യപ്പെടുന്നതിലും കൂടുതൽ നമുക്ക് നൽകുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് നമ്മുടെ സ്വന്തം 5 അപ്പവും 2 മീനും കണ്ടെത്താനുള്ള ജ്ഞാനത്തിനും മാർഗനിർദ്ദേശത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം. അതായത് നമ്മുടെ കഴിവുകളും സിദ്ധികളും മറ്റുള്ളവരുമായി പങ്കിടാൻ നമ്മെ പ്രാപ്തരാക്കട്ടെ. മറ്റുള്ളവർ സഹായിക്കാൻ സാധിക്കാത്ത തരത്തിൽ ആരും ദരിദ്രരല്ല.
അത്യാഗ്രഹം മാത്രമാണ് അതിൽ നിന്ന് നമ്മെ തടയുന്നത്. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.